പുരുഷ കമ്മീഷൻ എന്തിനാണ്? ആദ്യം തന്നെ പറയട്ടെ, വനിതാ കമ്മീഷന് ബദലോ എതിരോ അല്ല പുരുഷ കമ്മീഷൻ. പക്ഷേ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. നമ്മുടെ നാട്ടിൽ കോടതികളുണ്ട്, മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് വനിതാ കമ്മീഷൻ? ഒരു സ്ത്രീക്ക് കോടതിയിൽ പോകാമല്ലോ, ഒരു സ്ത്രീക്ക് മനുഷ്യാവകാശ കമ്മീഷന് പോകാമല്ലോ. എന്നിട്ടും വനിതാ കമ്മീഷൻ ഉള്ളതിന്റെ കാരണം സ്ത്രീകളുടേതായ പ്രത്യേക പ്രശ്നങ്ങൾ പഠിക്കാനും അത് പരിഹരിക്കാനുമാണ്. അതേപോലെ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹരിക്കാനും, വിശിഷ്യ വ്യാജ പരാതികൾ ഒരുപാട് വളർന്നു വരുന്ന സാഹചര്യത്തിൽ പുരുഷന്മാർക്ക് കൂടി പോകാൻ ഒരു സ്പേസ് ഉണ്ടാകണം എന്ന ചിന്തയിലാണ്. ഇനിയും എനിക്ക് വ്യക്തിപരമായ ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ എനിക്കെതിരെ നമ്മുടെ വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും ഒക്കെ കേസ് എടുക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ഏത് കമ്മീഷനിൽ പോകാനുണ്ട്? അപ്പോൾ കോടതിയുടെ പോലീസ് റിപ്പോർട്ട് പോലും കൊടുത്തു എനിക്ക് അനുകൂലമായിട്ട്. എന്നിട്ട് പോലും വനിതാ കമ്മീഷനെയും യുവജന കമ്മീഷനും ഒക്കെ ഇപ്പോഴും ഉള്ള നിലപാട് എനിക്കെതിരെ കേസ് എടുക്കണമെന്നുള്ളതാണ്. അപ്പം പുരുഷന്മാരെ കൊടുക്കാനും വ്യാജ കേസുകളിലൊക്കെ തടയുന്നതിനൊരു പ്രതിവിധി കൂടെയാണ് മെൻസ് കമ്മീഷൻ. ഞങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്ത് എൽദോസ് കുന്നപ്പള്ളി MLA-യോട് ആ പുരുഷ കമ്മീഷനിൽ ഒരു പ്രാധാന്യമുള്ള വനിതാ അംഗം വേണം. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പുരുഷൻ വ്യാജ പരാതിയാണെന്ന് വ്യാജമായി പറയരുത്, അത് വാലിഡേറ്റ് ചെയ്യാൻ ഒരു സ്ത്രീ വേണം. അതുകൊണ്ട് പുരുഷ കമ്മീഷന്റെ ഏറ്റവും പ്രധാന അംഗം സ്ത്രീ ആയിരിക്കണമെന്നുള്ളതാണ് നിങ്ങളുടെ സബ്മിഷൻ. അദ്ദേഹം അത് അംഗീകരിച്ചു. ശ്രീ എൽദോസ് കുന്നപ്പള്ളി അതിന്റെ ഡ്രാഫ്റ്റിംഗ് കഴിഞ്ഞു എന്ന് ഇന്നലെ അറിയിച്ചു. അദ്ദേഹം മേൽ നടപടികൾക്ക് പോകുന്നുണ്ട്. ഇന്നലെ നമ്മുടെ ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തെ കണ്ടു കൊടുത്തിട്ടുണ്ട്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ MP-മാരെയും MLA-മാരെയും എല്ലാം നേരിട്ട് കാണുന്നുണ്ട്. ജനുവരി 10 ഒരു ക്യാമ്പയിനായി തന്നെ നമ്മൾ തുടങ്ങുന്നുണ്ട് മെൻസ് കമ്മീഷന് വേണ്ടിയിട്ട്. എങ്ങനെയായിരിക്കും പുരുഷ കമ്മീഷന്റെ പ്രവർത്തനം? പുരുഷ കമ്മീഷൻ എൽദോസ് കുന്നപ്പള്ളി MLA-യുടെ പ്രപ്പോസ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഐഡിയ ഒരു വിരമിച്ച ഹൈക്കോടതി ജഡ്ജി വേണം എന്നുള്ളതാണ്. ഒരു വിരമിച്ച ഹൈക്കോടതി ജഡ്ജി വേണം. വിഷമത്തോടെ പറഞ്ഞോട്ടെ, ആ ഹൈക്കോടതി ജഡ്ജി ഷാരനെ കുറ്റം പറയുന്നതാവരുത്, ഷാരനെ വേട്ടക്കാരനാക്കുന്നതാവരുത്. ഞാൻ ഏറ്റവും വിനയത്തോടെ പറഞ്ഞോട്ടെ, എനിക്ക് വളരെ ഇഷ്ടമാണ് കമാൽ പാഷ സാറിനെ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, നാളെ ഷാരൻ ഗ്രീഷ്മയെ കൊന്നൂന്നിരിക്കട്ടെ, എന്നിട്ട് രാഹുൽ ഈശ്വർ റിപ്പോർട്ടിൽ വന്നിട്ട് കമാൽ പാഷ സാറ് ഷാരനെ കുറിച്ച് അല്ലെങ്കിൽ ഗ്രീഷ്മയെ ന്യായീകരിച്ച് പറഞ്ഞ അതേ വാക്കുകൾ റിപ്പോർട്ടിലിരുന്ന് രാഹുൽ ഈശ്വർ ഷാരനെ ന്യായീകരിച്ച് പറഞ്ഞെങ്കിൽ ഞാനിപ്പോൾ അറസ്റ്റിലായേനെ. അവൻ പ്രാർത്ഥിക്കാൻ പോയതല്ലോ എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് പോയതല്ലേ. ഞാൻ തിരിച്ചത് ഗ്രീഷ്മയെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിലോ? അപ്പോൾ അത് അറസ്റ്റ് ചെയ്തേനെ. 2 അന്തസ്സായിട്ട് കഷായം കലക്കി കൊടുത്തു. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, പക്ഷെ താങ്കൾ അഞ്ജലി കേട്ട് കാണും. അന്തസ്സായിട്ട് വിഷം കലക്കി കൊടുത്തു. നമ്മുടെ നാട്ടിൽ മരിച്ച ഒരാളല്ലേ, അയാളെ കുറിച്ചെങ്കിലും നമുക്ക് വേണ്ടേ? ഗത്യന്തരമില്ലാതെ അവർക്ക് കൊല്ലേണ്ടി വന്നു എന്നൊക്കെ ആലോചിച്ച് നോക്കുക. വെറുതെ ഗ്രീഷ്മയ്ക്ക് ഒരു പേപ്പർ പരാതി എടുത്തു കൊടുത്താൽ ഷാരനകത്തും ഗ്രീഷ്മ പുറത്തു പോകുമായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയാണ് പുരുഷ കമ്മീഷൻ. പുരുഷന്മാർക്ക് ആരുമില്ല എന്നുള്ള തിരിച്ചറിവിൽ പുരുഷന്മാർക്ക് നിയമപരമായ ഒരു സഹായം വേണം. ഇതിന്റെ ടാഗ് ലൈൻ തന്നെ നമ്മുടെ അച്ഛന്, സഹോദരന്, മകന്, സുഹൃത്തിന് വേണ്ടി എന്നുള്ളതാണ്. നമ്മുടെ എല്ലാവരുടെയും അച്ഛനും സഹോദരനും മകനും സുഹൃത്തും ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അതായത് നമ്മുടെ എല്ലാം വീട്ടിലിരിക്കുന്നതിനെ കുറിച്ച് അറിയണം. അച്ഛൻ, സഹോദരൻ, മകൻ അല്ലെങ്കിൽ സുഹൃത്ത് ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നമ്മുടെ സ്ത്രീജനങ്ങളിൽ നിന്ന് കിട്ടിയ വലിയ പിന്തുണയാണ്. അത് ഭയങ്കരമായിട്ട് മാനിക്കുന്നു. അതോടൊപ്പം റിപ്പോർട്ടറിനോട് ഒരു അഭ്യർത്ഥനയും കൂടെ ഉണ്ട്. റിപ്പോർട്ടറിന്റെ യൂട്യൂബ് ചാനലിലടക്കം ഒരു പോൾ നടത്തണം നിങ്ങൾ. ആ പോളിൽ പുരുഷ കമ്മീഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജനങ്ങൾ. നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ. ജനങ്ങളുടെ ഒരു പോൾ എടുക്കണം. എനിക്ക് ഉറപ്പുണ്ട് 75-90% ഞങ്ങളോടൊപ്പം ആയിരിക്കും. കാര്യം അത് നാടിന്റെ ആവശ്യമാണ്, കാലത്തിന്റെ ചുവരെഴുത്താണ്. ആ പോൾ നടത്തണമെന്ന് റിപ്പോർട്ടർ TVയോട് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു.